തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായാണ്. നവംബർ 22-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കി. 1-2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. നിയമസഭയുടെ കാലാവധി നവംബർ 22-ന് അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് ജ്ഞാനേഷ് കുമാർ. स्पेशल इंटेंसिव रिवीजन ये कार्य 24 जून 2025 से शुरू हुआ और कालावधि पूर्ण होने से पहले ही समयबद्ध तरीके से सभी मतदाताओं के सहयोग के साथ समाप्त हुआ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷണർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായെന്നും കമ്മീഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി 1200 വോട്ടുകൾ മാത്രമാണ് ഉണ്ടാകുകയെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് ബൂത്തിലും 100% വെബ്കാസ്റ്റിംഗ്, പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ഉൾപ്പെടുത്തും, സീരിയൽ നമ്പറുകൾ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തും തുടങ്ങിയവയാണ് മറ്റു പരിഷ്കാരങ്ങൾ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.